Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 17ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ടാഗിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇവിടെ വോള്, അതുപോലെ തന്നെ വിൻഡോ, ഇതുപോലെ നമുക്ക് പല ടൈപ്പിലുള്ള ഫർണിച്ചറുകൾ, അതുപോലെ പല ഫാമിലീസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ടാഗിങ്ങിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ടാഗിങ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇവിടെ ഒരു ഫർണിച്ചർ നമുക്ക് എന്തെങ്കിലും കൊടുക്കുക. ഒരു ഫാമിലി എടുക്കാം. ഓക്കെ, ഓൾറെഡി ഇവിടെ ഫാമിലി ടേബിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ വെച്ചു, ഇവിടെ ഒരു ടേബിൾ വെച്ചു. ഓക്കെ, ഇവിടെ നമുക്ക് പല രീതിയിലും ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ അനോട്ടേറ്റിനകത്ത് വന്നതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ചൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇത് ടേബിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു ടേബിളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ല, ഇനി നമുക്കൊരു ആരോ കാണിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിലും വരയ്ക്കാൻ കഴിയും. ഇതിപ്പം ഈ ഒരു ഇതെടുക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു ആരോ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ബെൻഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് ബെൻഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ബെൻഡ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ അത് നമുക്ക് പോസിബിൾ ആണ്. അതിനൊക്കെ ഈ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ടെക്സ്റ്റിന്റെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവിടെ ആരോ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ആരോ ഇവിടെ രീതി നമുക്കിപ്പോൾ ഒരു 90 ഡിഗ്രി കൊടുത്ത് ഇവിടെ അപ്പ് എടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു ആരോ ചേഞ്ച് ആവും. ഓക്കെ, അതുപോലെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒപ്പേക്ക് മാറ്റി നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയി കൊടുക്കാം. ട്രാൻസ്പെറൻ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. നമ്മൾ അപ്ലോഡ് എടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. അതായത് താഴത്തെ ആ ഒരു ഇതൊരു വാളാണ്. ഈ വാള് ഫുള്ളായിട്ട് കാണിക്കുകയും ചെയ്യും. അതിൻ്റെ മേലിൽ കൂടെ ഒരു ഓവർ റൈറ്റിംഗ് പോലെ ഇത് വരികയും ചെയ്യും. അതല്ലാതെ ഇത് ഒപ്പേക്കാണ് കിടക്കുന്നതെങ്കിൽ വരുന്ന പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ള അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, ഇവിടെ ഒപ്പേക്കായി കഴിഞ്ഞാൽ ഈ ഒരു വാൾ ഇവിടെ കട്ടായിട്ടാണ് ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് കാണിക്കുന്നത്. അതിന് പകരം നമുക്കിവിടെ ട്രാൻസ്പെറൻ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഈ ഒരു വാളും കാണിക്കും, ഈ ഒരു ടെക്സ്റ്റും കാണിക്കും. ഓക്കെ, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റാണ്. കാരണം ഇത് ഓരോന്നും നമ്മളെടുത്ത് ഇതുപോലെ ടെക്സ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ടാഗിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ഉപയോഗിക്കാറില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ടാഗ് ബൈ കാറ്റഗറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നോക്കാം.